on and sleeping, cause I got something to prove. I gotta take what I hate and finally make a move. I think of you and all the ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. ഇതെന്താണെന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്. ഇത് മത്തിയുടെ മുട്ട, അല്ലെങ്കിൽ ഞങ്ങൾ പരിഞ്ഞീലെന്നൊക്കെ പറയും. അതാണ് സംഭവം. പിന്നെ നമ്മളതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ്. അത് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എണ്ണയൊഴിച്ചു. എണ്ണയൊന്ന് ചൂടാകുമ്പോഴേക്കും നമ്മൾ സവോള, 2 വലിയ സവോളയാണ് അരിഞ്ഞ് വെച്ചേക്കുന്നത്. അതൊന്ന് അതിലേക്ക് വെക്കുന്നു. പിന്നെ ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കുന്നു. അതൊന്ന് ഇളക്കി വെച്ച് അടച്ച് വെക്കുന്നു. ആ ചെറു തീയിലിരുന്ന് അതൊന്ന് വാടി വരുമ്പോഴേക്കും നമ്മൾ മുളക് പൊടി ചേർക്കുന്നു. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്താൽ മതിയായിരിക്കും. ചെറിയ സിമ്പിളായ ഒരു കറിയാണ്. മുളക് പൊടി എൻ്റെ പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോൾ ഒരു ശകലം കരിവേപ്പില ഇട്ട് കൊടുക്കുന്നു. പിന്നെ നമ്മുടെ പ്രധാന ഐറ്റം പരിഞ്ഞിയിലിട്ട് കൊടുക്കുന്നു. പരിഞ്ഞിയിലിട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. പരിഞ്ഞിയിലേക്ക് ആ ഉപ്പും എരിവും ഒക്കെ ഒന്ന് പിടിക്കട്ടെ. നന്നായിട്ട് ഇളക്കണം. എല്ലാ വശങ്ങളും ചേർത്തിളക്കി പരിഞ്ഞിയിൽ നന്നായിട്ട് ഈ മിക്സിനോടും യോജിപ്പിക്കുക. അതിന് ശേഷം നമ്മൾ ചെറു തീയിൽ വേണം ബാക്കി കാര്യങ്ങളൊക്കെ. വെള്ളമൊന്നും ചേർക്കേണ്ടതില്ല. ആ എണ്ണയ്ക്കകത്തിട്ട് അടച്ച് വെച്ച് ചെറു തീയിലൊന്ന് വേവിച്ചെടുക്കുക. അത് കണ്ടോ, ഒന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യണം. അത് കഴിയുമ്പോൾ ഇതുപോലെ നമുക്ക് എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല ഫ്രൈ ആയിട്ട് വരും. ഭയങ്കര ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. കുട്ടികളൊക്കെ ധാരാളം ചോറുണ്ണും ഇതൊക്കെ കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ. നല്ലതാണ് കുഞ്ഞുങ്ങൾക്ക് ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത്. അതുകൊണ്ട് വേഗം ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ടാറ്റാ, ബൈ ബൈ.